പലപ്പോഴും കരിസ്മാറ്റിക്കായ വ്യക്തികളെ നമ്മൾ ടാലൻറ്റഡായി തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് തന്നെ കഴിവുള്ളവരേക്കാൾ ഓപ്പർച്യൂണിറ്റീസ് ഇവരെ തേടി വരും. ഇൻഫാക്ട് ഈ ഒരൊറ്റ സ്കില്ല് കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന 2-ലധികം പേരെ എനിക്ക് പേഴ്സണലി അറിയാം. ഓൾദോ അവരിതൊരിക്കലും സമ്മതിക്കില്ല. എനിവേസ്, ജന്മന കരിസ്മാറ്റിക് അല്ലാത്ത നമ്മളെ വീണ്ടും പിന്നിലേക്ക് കൊണ്ടുപോകുന്ന 2 കാര്യങ്ങളുണ്ട്: ഷൈനെസ് ആൻഡ് സോഷ്യൽ ആങ്സൈറ്റി. ആൻഡ് ഇവ രണ്ടിനെയും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പൊളിച്ചെടുക്കാം. സോ വെൽക്കം ടു ദ പാർട്ട് 4 ഓഫ് കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി സീരീസ് ബൈ മെൻസ് ലോക്കർ. ഞാൻ ഫിസിക്കലി അട്രാക്റ്റീവ് അല്ല, സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ കോൺഫിഡൻ്റ് അല്ല എന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇനി അവിടെ എത്തിയിട്ട് സംസാരിക്കാൻ വാക്കുകൾ കിട്ടിയില്ലെങ്കിലോ? ഫേസ്റ്റ്ലി ആൻഡ് ഫണ്ടമെൻ്റലി നമ്മളുടെ ചിന്തകൾ യാഥാർത്ഥ്യങ്ങളല്ല എന്ന സത്യം നമ്മൾ അംഗീകരിക്കണം. എന്നാൽ മാത്രമേ കാലങ്ങളായി ആവർത്തിച്ചു കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ചിന്തകളെ നമുക്ക് മറികടക്കാൻ സാധിക്കൂ. ഇതിനായി ആദ്യം തന്നെ നമ്മളുടെ ശ്രദ്ധ മറ്റുള്ളവർ സംസാരിക്കുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണം. ഒരാൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നത് അവർക്ക് വില കൊടുക്കുന്നതിന് തുല്യമാണ്. നമ്മളെ ഒരാൾ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറലി നമുക്ക് തിരിച്ച് അവരോടും അതുണ്ടാകും. ബട്ട് ദിസ് ഈസ് നോട്ട് ദ മെയിൻ ഗോൾ. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ചിന്തകളെ അവഗണിക്കുക എന്നതാണ്. എന്താണോ നമ്മൾ അവഗണിക്കാൻ ശ്രമിക്കുന്നത് അത് നമ്മുടെ മനസ്സിൽ വാർന്നുകൊണ്ടേയിരിക്കും. ഇതൊഴിവാക്കാനാണ് നമ്മുടെ ശ്രദ്ധ മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരേണ്ടത്. അടുത്തതായി നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കണം. നമുക്ക് സ്ട്രെസ്സുള്ള സമയത്ത് നമ്മുടെ ശരീരം അല്പം റിജിഡായിരിക്കും, എസ്പെഷ്യലി നെക്ക് ആൻഡ് ഷോൾഡേഴ്സ്. നമ്മുടെ മനസ്സ് ശരീരത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലെ തിരിച്ച് ശരീരത്തിനും മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കും. ആൻഡ് നത്തിങ് ഈസ് മോർ എഫക്റ്റീവ് ദാൻ എ കംഫർട്ടബിൾ പോസ്ചർ. ഇരിക്കുമ്പോഴായാലും നിൽക്കുമ്പോഴായാലും നമുക്ക് ഏറ്റവും കംഫർട്ടബിളായ പോസ്ചർ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ മനസ്സിനും കംഫർട്ടബിൾ ആവാൻ സാധിക്കും. കൂടാതെ ഫേഷ്യൽ മസിൽസിനെയും റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, വ്യക്തികളെ അങ്ങോട്ട് പോയി പരിചയപ്പെടാൻ ശ്രമിക്കുക. സ്റ്റാർട്ട് വിത്ത് എ സ്മൈൽ, എന്നിട്ട് മെല്ലെ മെല്ലെ അത് ഹായ് ഹലോയിലേക്ക് കൊണ്ടുവരിക. ശേഷം നമുക്ക് ചെറിയ സംഭാഷണങ്ങൾ തുടങ്ങാം.